Welcome to Plus 1 Mathematics classes, Chapter 10, Straight Lines. Exercise 10.2, 12th question. Find the equation of a line that cuts off equal intercepts on the coordinate axis and passes through the point 2, 3. For straight line, the equation is ഈക്വൽ ഇന്റർസെപ്റ്റിൽ കട്ട് ചെയ്യുന്നു. കോർഡിനേറ്റ് ആക്സിസിൽ കട്ട് ചെയ്യുന്ന പോയിന്റ് ആണ് ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത്. ഒരു ലൈനിന് എക്സ് ഇന്റർസെപ്റ്റും വൈ ഇന്റർസെപ്റ്റും ഉണ്ട്. ആ രണ്ട് ഇന്റർസെപ്റ്റും ഈക്വൽ ആണ്. അതുപോലെ അത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് തന്നിട്ടുണ്ട് 2, 3. നമുക്ക് റഫ് ഫിഗർ ഒന്ന് വരച്ചു നോക്കാം. നമുക്ക് എക്സ് ആക്സിസ്, അതുപോലെ വൈ ആക്സിസ്, സ്ട്രേറ്റ് ലൈൻ വരയ്ക്കുന്ന ഇന്റർസെപ്റ്റുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് അറിയാം. ഏത് പോയിന്റുകളാണ് ഇന്റർസെപ്റ്റ്? എക്സ് ഇന്റർസെപ്റ്റ് എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ലെങ്തിനാണ് നമ്മൾ എക്സ് ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. അതുപോലെ ഈ ഒരു ഒറിജിൻ മുതൽ ഈ ഒരു പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനാണ് വൈ ഇന്റർസെപ്റ്റ് എന്ന് വിളിക്കുന്നത്. ഇവിടെ പറയുന്നത് ഈക്വൽ ഇന്റർസെപ്റ്റ് ആണ് കട്ട് ചെയ്യുന്നത്. ലൈൻ കട്ട്സ് ഓഫ് ഈക്വൽ ഇന്റർസെപ്റ്റ്സ് എന്ന് പറയുന്നത്. അതായത് എത്രയാണെന്ന് പറഞ്ഞിട്ടില്ല, പക്ഷെ രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതിനെ എ എന്ന് എടുക്കുകയാണെങ്കിൽ ഇതും എ തന്നെയായിരിക്കും. എക്സ് ഇന്റർസെപ്റ്റും എ, വൈ ഇന്റർസെപ്റ്റും എ ഓൺ ദ കോർഡിനേറ്റ് ആക്സിസ് ആൻഡ് പാസസ് ത്രൂ ദ പോയിന്റ് 2, 3. അപ്പൊ ഇത് പാസ് ചെയ്യുന്ന ഒരു പോയിന്റും തന്നിട്ടുണ്ട് 2, 3. നമുക്ക് ആ ഒരു 2, 3 എന്നൊരു പോയിന്റും മാർക്ക് ചെയ്യാം. അപ്പൊ നമ്മളിത് റഫ് ഫിഗർ ആണ്. ഈ ഫിഗർ സ്ട്രൈറ്റ് ലൈൻ ഇങ്ങനെ നിൽക്കുകയാണ്. ഇതിന്റെ ഇക്വേഷൻ എന്താണെന്നാണ് ചോദിക്കുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എക്സ് ഇന്റർസെപ്റ്റ് സിയും വൈ ഇന്റർസെപ്റ്റ് ഡിയും ആണെങ്കിൽ ഇക്വേഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇക്വേഷൻ എങ്ങനെയാണ് പഠിച്ചിരിക്കുന്നത്? എക്സ് ഇന്റർസെപ്റ്റ് എന്താണോ അതാണ് താഴെ വരുന്നത് അല്ലെ. എക്സ് ബൈ ഡി പ്ലസ് വൈ ബൈ സി ഈക്വൽ ടു 1. അപ്പൊ ഇങ്ങനെയാണ് നമ്മൾ ഇക്വേഷൻ പഠിച്ചിരിക്കുന്നത്, ഫോർമുല പഠിച്ചിരിക്കുന്നത്. എന്തൊക്കെ തന്നിരുന്നാൽ, ഇന്റർസെപ്റ്റുകൾ തന്നിരുന്നാൽ നമുക്ക് ഇങ്ങനെയാണ് ഇക്വേഷൻ പഠിച്ചിട്ടുള്ളത്. അപ്പൊ ഇവിടെ നമ്മൾ ഡിയും എ ആണ്, സിയും എ ആണ്, രണ്ടും എ ആയിട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പൊ നമുക്ക് എഴുതാം ഫ്രം ദ ഫിഗർ ഡി ഈക്വൽ ടു എ ആൻഡ് സി ഈക്വൽ ടു എ. അപ്പൊ ഇക്വേഷൻ എങ്ങനെയായി മാറും? ഇക്വേഷൻ ബിക്കംസ് എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 1. വൈ ബൈ ബി അല്ല, വൈ ബൈ എ ഈക്വൽ ടു, രണ്ടും എ ആണ്. എക്സ് ബൈ എ പ്ലസ് വൈ ബൈ എ ഇസ് ഈക്വൽ ടു 1. നമുക്ക് കോമൺ ആയിട്ട് ഡിനോമിനേറ്റർ നമുക്ക് കോമൺ വന്നു കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെ എഴുതാം? ഒരുമിച്ച് എഴുതാം അല്ലെ. എക്സ് പ്ലസ് വൈ ബൈ എ ഇസ് ഈക്വൽ ടു 1 വിച്ച് ഇംപ്ലൈസ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ. നമുക്ക് എ ഇങ്ങനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് അപ്പുറത്ത് കൊണ്ടുപോകാം. അപ്പൊ ഇങ്ങനെയാണ് ഇക്വേഷൻ വന്നത്. ഏതിന്റെ ഇക്വേഷൻ? സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷൻ. നമുക്കറിയാം സ്ട്രൈറ്റ് ലൈനിന്റെ ഇക്വേഷനിൽ ഒരു എക്സിന്റെ കോർഡിനേറ്റ് ഒരു ടേം കാണും, വൈയുടെ ടേം കാണും, ഒരു കോൺസ്റ്റന്റ് കാണും. ഈ കോൺസ്റ്റന്റ് എ ആണ്, നമുക്ക് അതിന്റെ വാല്യൂ അറിയില്ല. ഈ വാല്യൂ അറിയാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യാം? അതിന് പകരം തന്നിരിക്കുന്നത് ഒരു 2, 3 എന്നൊരു പോയിന്റ് ഇവിടെ തന്നിട്ടുണ്ട്. ആ 2, 3 എന്ന പോയിന്റ് ഒരു സ്ട്രൈറ്റ് ലൈനിലെ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ് എന്നെ മീൻ ചെയ്യുന്നത്? നമുക്കൊരു ഇക്വേഷൻ ഇതാണെങ്കിൽ അപ്പൊ നമുക്കൊരു ഇക്വേഷൻ എഴുതാം. എ എക്സ് പ്ലസ് by plus c equal to 0. ഇങ്ങനെയാണല്ലോ ഒരു ജനറൽ ഫോം എന്ന് പറയുന്നത്. ഒരു സ്ട്രൈറ്റ് ലൈൻ നമ്മൾ ഇത്രയും പ്രോബ്ലം ചെയ്തതിനകത്ത് സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ നമുക്ക് കിട്ടിയത് എക്സിന്റെ ഒരു ടേം ഉണ്ട്, വൈയുടെ ഒരു ടേം ഉണ്ട്, ഒരു കോൺസ്റ്റന്റും ഉണ്ട്. ഇസ് ഈക്വൽ ടു 0 എന്നാണ് നമ്മൾ എഴുതിക്കൊണ്ടിരുന്നത്. അപ്പൊ ഇത് ഈ സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെങ്കിൽ ഇതിനകത്ത് ഒരു പോയിന്റ് ആണ് 2, 3 എന്ന് പറയണമെങ്കിൽ എക്സിന് 2ഉം വൈക്ക് 3ഉം കൊടുത്താൽ ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് മീനിങ്. ഓക്കെ, അപ്പം എക്ക് ഒരു വാല്യൂ കാണും, ബിക്ക് ഒരു വാല്യൂ കാണും, സിക്ക് ഒരു വാല്യൂ കാണും. ഇവിടെ ഒരു സ്ട്രൈറ്റ് ലൈൻ നമുക്ക് എടുക്കാം. 2x പ്ലസ് 3y മൈനസ് 2 ഈക്വൽ ടു 0. ഈ ഒരു ഇക്വേഷൻ ഒരു സ്ട്രൈറ്റ് ലൈൻ്റെ ഇക്വേഷൻ ആണെന്ന് അറിയാം. ഈ ഒരു സ്ട്രൈറ്റ് ലൈൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് ആണ് 1, 0 എന്ന് എനിക്ക് പറയാൻ പറ്റും. കാര്യം എന്താണ് അങ്ങനെ പറയാൻ പറ്റുന്നത്? നമുക്ക് എക്സിന് പകരം 1 കൊടുക്കുമ്പോഴും, എക്സിന് പകരം 1 കൊടുക്കുക, വൈക്ക് പകരം 0 കൊടുക്കുമ്പോഴും ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുമെന്നാണ്. നമുക്ക് നോക്കാം കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. 2 ഇൻറ്റു എക്സിന് പകരം എന്ത് കൊടുക്കണമെന്ന് പറഞ്ഞു? 1 പ്ലസ് 3 ഇൻറ്റു വൈക്ക് പകരം 0 കൊടുക്കുന്നു മൈനസ് 2 ഇസ് ഈക്വൽ ടു എന്ത് വരുന്നു? 2 പ്ലസ് 0 മൈനസ് 2 ഇസ് ഈക്വൽ ടു 0. ഇസ് ഈക്വൽ ടു 0 എന്നുള്ളത് കിട്ടുന്നു. ഈ ഒരു കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നു. ഓക്കെ, ഈ 1, 0 എന്ന പോയിന്റ് കൊടുക്കുമ്പോൾ, അപ്പോൾ ഒരു പോയിന്റ് നമ്മളൊരു ഇക്വേഷനിൽ കൊടുക്കുമ്പോൾ അത് സാറ്റിസ്ഫൈ ചെയ്യുന്നു എങ്കിൽ ആ ഇക്വേഷൻ പാസ് ചെയ്യുന്നത് ഈ ഒരു പോയിന്റിൽ കൂടിയാണ്. ഈ ഒരു പോയിന്റിൽ കൂടിയും ഇത് പാസ് ചെയ്യുന്നുണ്ട് എന്നാണ് മീനിങ്.
ഓക്കെ, അപ്പൊ ഇത്രയും കാര്യം പറഞ്ഞത് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന് പറയുന്ന സ്ട്രെയിറ്റ് ലൈൻ, അതായത് ഈ റെഡ് കളറിൽ കാണുന്ന സ്ട്രെയിറ്റ് ലൈൻ പാസ് ചെയ്തത് 2, 3 എന്ന പോയിന്റിൽ കൂടിയാണെങ്കിൽ എക്സിന് 2ഉം വൈക്ക് 3ഉം കൊടുത്താൽ ഈ ഒരു കണ്ടീഷൻ ഇത് സാറ്റിസ്ഫൈ ചെയ്യും എന്നാണ് നമുക്ക് മീനിങ് ആയിട്ട് പറയാനുള്ളത്. ഓക്കെ, അപ്പൊ ഇത് വെച്ചുകൊണ്ട് എയുടെ വാല്യൂ നമുക്ക് കണ്ടുപിടിക്കാം. അപ്പൊ നമുക്ക് ഇങ്ങനെ നോട്ട്സ് എഴുതാം. ഈ ഒരു കാര്യം എഴുതണ്ട. നോട്ട്സ് നമുക്ക് ഇങ്ങനെ എഴുതാം. സെൻസ് ദിസ് ലൈൻ, ഏത് ലൈനാണ്? എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ എന്ന ലൈൻ പാസസ് ത്രൂ ദ പോയിന്റ്, ഏത് പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു? 2, 3 എന്ന പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നു ക്വസ്റ്റ്യനിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ട് ഇത് സാറ്റിസ്ഫൈ ചെയ്യുന്നു. എക്സിന് പകരം എന്ത് കൊടുക്കാം? 2 പ്ലസ് വൈക്ക് പകരം എന്ത് കൊടുക്കാം? 3 ഇസ് ഈക്വൽ ടു എ. ഓക്കെ, അപ്പൊ നമുക്ക് ഇങ്ങനെ ഒരു കണ്ടീഷൻ എഴുതാം. വിച്ച് ഇംപ്ലൈസ് എയുടെ വാല്യൂ എന്ത് കിട്ടി? എയുടെ വാല്യൂ 5 കിട്ടി. ഇക്വേഷൻ ഇതാണ്, എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു എ. അതിനകത്ത് ഒരു കേസ് ഉപയോഗിച്ചുകൊണ്ട്, ഒരു പോയിന്റ് ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ എയുടെ വാല്യൂ കിട്ടിയത്. ഇത് ഏത് പോയിന്റ് കൂടി പാസ് ചെയ്യുന്ന പോയിന്റ്സ് എടുത്താലും നമുക്ക് ഈ ഒരു കണ്ടീഷൻ ആയിരിക്കും കിട്ടുന്നത്. എക്സ് ഇസ് ഈക്വൽ ടു എ ഈക്വൽ ടു 5 എന്നായിരിക്കും കിട്ടുന്നത്. അപ്പൊ നമുക്ക് അറിയാവുന്നത് ഈ 2, 3 എന്ന പോയിന്റേ ഉള്ളൂ, അതുകൊണ്ടാണ് അത് കൊടുത്തത്. അപ്പൊ ഇക്വേഷൻ എന്ത് വരും? നമുക്ക് ഇക്വേഷൻ കാണുക എന്നുള്ളതാണല്ലേ ക്വസ്റ്റ്യൻ. ഇക്വേഷൻ ബിക്കംസ്, ഇക്വേഷൻ നമുക്കറിയാം എക്സും വൈയുടെ ഫോമിലാണ്. എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു 5 അല്ലെങ്കിൽ എക്സ് പ്ലസ് വൈ മൈനസ് 5 ഇസ് ഈക്വൽ ടു 0. അപ്പൊ നമ്മളിപ്പോ പറഞ്ഞ 2, 3 എന്ന പോയിന്റ് ക്വസ്റ്റ്യൻ തന്നതുപോലെ ഒരുപാട് പോയിന്റ്സ് കണ്ടുപിടിക്കാം. അപ്പൊ അതുകൊണ്ടാണ് എക്സും വൈയും ജനറൽ ആയിട്ട് പറഞ്ഞത്. ഇപ്പം 1, 4 എന്നുള്ള പോയിന്റ് എടുക്കാം അല്ലെ. 1ഉം 4ഉം കൂടെ കൂട്ടിയാൽ 5 കിട്ടും. അപ്പൊ ആ ഇക്വേഷൻ 1, 4 എന്ന പോയിന്റ് ഈ ലൈനിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. അതുപോലെ 0, 5 എന്ന പോയിന്റ് ഇതിൽ കൂടി പാസ് ചെയ്യുന്നതാണ്. 5, 0 എന്ന പോയിന്റ്. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സ് ആണ്. സ്ട്രേറ്റ് ലൈൻ എന്ന് പറഞ്ഞാൽ എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്, ഇൻഫിനിറ്റിയിലോട്ട് എക്സ്റ്റെൻഡ് ചെയ്ത് പോവാണ്. അപ്പൊ ഇൻഫിനിറ്റ്ലി മെനി പോയിന്റ്സിലേക്ക് ഈ ഒരു സ്ട്രേറ്റ് ലൈൻ പാസ് ചെയ്യുന്നുണ്ട്. അതിനകത്ത് ഒരു പോയിന്റ് തന്നിരുന്നാൽ നമുക്ക് ഇതുപോലെ ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ട് കോൺസ്റ്റന്റിന്റെ വാല്യൂ ഒക്കെ കണ്ടുപിടിക്കാൻ സാധിക്കും. The required equation is x plus y minus 5 is equal to 0. അടുത്തതും ഇത്തരം ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു പോയിന്റ് തന്നിട്ടുണ്ട്, അതുപോലെ ഇന്റർസെപ്റ്റ് തന്നിട്ടുണ്ട്. ക്വസ്റ്റ്യൻ ഒന്ന് വായിച്ചു നോക്കാം. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാസിംഗ് ത്രൂ ദ പോയിന്റ് 2, 2 ആൻഡ് കട്ടിംഗ് ഓഫ് ഇന്റർസെപ്റ്റ്സ് ഓൺ ദ ആക്സിസ് ഹൂസ് സം ഈസ് 9. നേരത്തെ ഈക്വൽ ഇന്റർസെപ്റ്റും ഒരു പോയിന്റും തന്നിരുന്നു, നമ്മൾ ചെയ്തു. അതുപോലെ ഇവിടെ ഒരു പോയിന്റും ഇന്റർസെപ്റ്റിന്റെ കാര്യം, അതിന്റെ സം ഈസ് 9. 2 ഇന്റർസെപ്റ്റ് ഉണ്ടെന്ന് അറിയാം, അതിന്റെ രണ്ടിന്റെയും കൂടെ ആഡ് ചെയ്യുന്നത് 9 ആണ്. അപ്പൊ നമുക്ക് എങ്ങനെ എഴുതാം? നമുക്ക് ആദ്യം ആ ഇക്വേഷൻ എഴുതാം, ആ ഫോർമുല എഴുതാം. ഫോർമുല പറയുന്നത് ഇക്വേഷൻ ഓഫ് ദ സ്ട്രേറ്റ് ലൈൻ ഈസ് വെൻ ഇന്റർസെപ്റ്റ്സ് ആർ ഗിവൻ എക്സ് ബൈ എ പ്ലസ്, സോറി നമ്മൾ ആ ഒരു കണ്ടീഷനിൽ പഠിച്ച കണ്ടീഷനിൽ തന്നെ എഴുതാം, എക്സ് ബൈ സി പ്ലസ് വൈ ബൈ ഡി ഇസ് ഈക്വൽ ടു 1. ഈ ഒരു ഫോമാറ്റിൽ നമ്മൾ ഇക്വേഷൻ പഠിച്ചു വെച്ചിട്ടുണ്ട്. ഇനി സിയുടെയും ഡിയുടെയും പ്രത്യേകത എന്താണെന്നാണ് പറഞ്ഞിരിക്കുന്നത്? സിയും ഡിയും കൂടി ആഡ് ചെയ്താൽ 9 വരും. ഓക്കെ, അപ്പൊ നമുക്ക് ഒന്ന് സി ആണെങ്കിൽ അടുത്തത് ഹിയർ, അപ്പൊ എഴുതാം നമുക്ക് ഹിയർ സി പ്ലസ് ഡി ഈസ് ഈക്വൽ ടു 9 അല്ലെ. സിയും ഡിയും കൂടെ വൈ ഇന്റർസെപ്റ്റും എക്സ് ഇന്റർസെപ്റ്റിന്റെയും കൂടെ ആഡ് ചെയ്യുന്ന സം എന്ന് പറയുന്നത് 9 ആണ്. ഒന്ന് സി ആയിട്ട് എടുക്കാം, അടുത്തത് 9 മൈനസ് സി ആയിട്ട് എടുക്കാം. അപ്പൊ എക്സ് ഇന്റർസെപ്റ്റ് നമുക്ക് സി ആയിട്ട് എടുക്കാം. എക്സ് ഇന്റർസെപ്റ്റ് സി ആണെങ്കിൽ ദെൻ വൈ ഇന്റർസെപ്റ്റ് എന്ന് പറയുന്നത് 9 മൈനസ് സി ആയിരിക്കും അല്ലെ. ഡി ഈസ് ഈക്വൽ ടു 9 മൈനസ് സി. അപ്പൊ അങ്ങനെ നമുക്ക് ഇക്വേഷൻ ഒന്ന് എഴുതി നോക്കാം. ഇക്വേഷൻ ബിക്കംസ്, ഇക്വേഷൻ എന്തായി മാറും? ഇക്വേഷൻ ബിക്കംസ് എക്സ് ബൈ സി പ്ലസ് ഡിക്ക് പകരം മാത്രം നമുക്ക് ഇപ്പൊ കണ്ടുപിടിച്ച പറഞ്ഞ 9 മൈനസ് സി എഴുതി നോക്കാം, ഇസ് ഈക്വൽ ടു 1. ഓക്കെ, എക്സ് ബൈ സി പ്ലസ് വൈ ബൈ 9 മൈനസ് സി ഇസ് ഈക്വൽ ടു 1. നേരത്തെ ചെയ്ത എന്തായിരുന്നു? ഇക്വേഷൻ കിട്ടിക്കഴിഞ്ഞാൽ സിയുടെ വാല്യൂടെ കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് അതങ്ങ് ഇക്വേഷൻ ആയിട്ട് എഴുതാം. എക്സിന്റെയും വൈയുടെയും ടേംസ് ഉണ്ട്, കോൺസ്റ്റന്റ് ടേംസ് കിട്ടും വൈ സിയുടെ വാല്യൂടെ കിട്ടിയാൽ. അപ്പൊ സിയുടെ വാല്യൂ കിട്ടാൻ വേണ്ടിയിട്ട് എക്സിനും വൈക്കും ഈ ഒരു ഇക്വേഷൻ പാസ് ചെയ്യുന്ന ഒരു പോയിന്റ് അല്ലെ, നമുക്കൊരു 1 എന്ന നമ്പർ ഒക്കെ കൊടുക്കാം. സിൻസ് ഇക്വേഷൻ 1 പാസസ് ത്രൂ, ഏത് പോയിന്റാ പറഞ്ഞിരിക്കുന്നത്? 2, 2 എന്ന പോയിന്റ് കൂടി പാസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് ഈ എക്സിന് 2ഉം വൈക്ക് 2ഉം കൊടുത്താൽ, എക്സിന് 2ഉം ഈ 2ഉം വൈക്ക് ഈ 2ഉം കൊടുത്താൽ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യും. ദാറ്റ് ഈസ് 2 ബൈ സി പ്ലസ് 2 ബൈ 9 മൈനസ് സി ഇസ് ഈക്വൽ ടു 1.
നമുക്ക് ഇത് ഡിനോമിനേറ്റർ രണ്ടും വേറെ വേറെയാണ്. അപ്പം നമുക്ക് ഒരുമിച്ച് സം എടുക്കാൻ പറ്റില്ല. അതുകൊണ്ട് LCM എടുക്കുകയോ അല്ലെങ്കിൽ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുകയോ ചെയ്യാം. ഫ്രാക്ഷൻ ആഡ് ചെയ്യാൻ നിങ്ങൾക്ക് അറിയാം. എന്ത് ചെയ്യണം? ആദ്യം ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്യുക. C × 9 - C. ഡിനോമിനേറ്റർ മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുക. പിന്നെ എന്ത് ചെയ്യണം? ഇനി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. 2 × 9 - C പ്ലസ് 2 × C. 2C ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതി വെക്കുക. 2 × 9 - C പ്ലസ് 2C ഈസ് ഈക്വൽ ടു 1. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഒറ്റ ഫ്രാക്ഷനേ ഉള്ളൂ ലെഫ്റ്റ് സൈഡിൽ. രണ്ടെണ്ണം ഉള്ളത് കൊണ്ടാണ് അതിനെ ഒറ്റ ഫ്രാക്ഷൻ ആക്കിയത്. ആഡ് ചെയ്ത് ഒറ്റ ഫ്രാക്ഷൻ ആക്കി. ഇനി ഒറ്റ ഫ്രാക്ഷനേ ഉള്ളത് കൊണ്ട് ഈ താഴെ ഉള്ളത് അങ്ങ് റൈറ്റ് സൈഡിലേക്ക് കൊണ്ടുപോകാം. അവിടെയും ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. അതായത് ഇവിടെ ഒരു 1 ഉണ്ട്, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തെടുക്കാം. 2 × 9 - C പ്ലസ് 2C ഈസ് ഈക്വൽ ടു C × 9 - C. അപ്പൊ ഇവിടെ ഒരു ഇംപ്ലൈ സൈൻ ഒക്കെ കൊടുക്കാം. ഈ ഒരു സ്റ്റെപ്പ് ഇംപ്ലൈ ചെയ്യുന്നു എന്നാണ് അതിന്റെ മീനിങ്. അപ്പൊ അതൊക്കെ നമ്മൾ കൊടുത്തോളാം. ഓക്കെ, അപ്പൊ ഇനി ഇതൊന്ന് മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. 2 × 9 18 മൈനസ് 2C പ്ലസ് 2C ഈക്വൽ ടു 9C മൈനസ് C², which implies minus 2C plus 2C ഒക്കെ ഇങ്ങ് പോവും. 18 is equal to 9C minus C². ഈ അപ്പുറത്തുള്ള റൈറ്റ് സൈഡിലുള്ള സിയുടെ ടേംസ് എല്ലാം കൂടെ ലെഫ്റ്റ് സൈഡിലാക്കിയാൽ നമുക്കൊരു ക്വാഡ്രാറ്റിക് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് C² മൈനസ് 9C പ്ലസ് 18 is equal to 0. അപ്പൊ ഇത് നമുക്കൊന്ന് ഫാക്ടറൈസ് ചെയ്ത് എഴുതാം. ഫാക്ടറൈസ് ചെയ്ത് എഴുതാൻ എളുപ്പമാണ്. എങ്ങനെയാണ് ഫാക്ടറൈസ് ചെയ്ത് എഴുതുന്നത്? 18 എന്ന് പറയുന്ന നമ്പർ കിട്ടാൻ, അത് 18 പ്രോഡക്റ്റും പ്ലസ് 18 പ്രോഡക്റ്റ് പ്ലസ് 18ഉം സം മൈനസ് 9ഉമായി വരുന്ന രണ്ട് നമ്പേഴ്സ് കണ്ടുപിടിക്കുക. അല്ലെ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഹൈസ്കൂൾ ക്ലാസ്സിൽ 10th പഠിച്ചിട്ടുള്ളതാണ്. പ്രോഡക്റ്റ് 18 പ്ലസ് 18ഉം സം മൈനസ് 9ഉമായിട്ട് വരുന്ന രണ്ട് നമ്പേഴ്സ്. അതൊക്കെയാണ് രണ്ട് നമ്പേഴ്സ് കിട്ടിയത്. -6ഉം -3ഉം കിട്ടി. അപ്പൊ അത് വെച്ച് ഇതൊന്ന് സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം. C² മൈനസ് 3C minus 6C plus 18 equal to 0, which implies C² minus, ഡയറക്റ്റ് നമുക്ക് എഴുതാവുന്നേ ഉള്ളൂ. C മൈനസ് എങ്ങനെ എഴുതാവുന്നേ ഉള്ളൂ. ഇപ്പം ഇത് കുറച്ചും കൂടി ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് ഇതിനകത്ത് C ഒക്കെ കോമൺ എടുത്ത് എഴുതാം. ആ രീതിയിൽ തന്നെ എഴുതി നോക്കാം. C മൈനസ് 3 മൈനസ് 6 കോമൺ എടുക്കാം. C മൈനസ് 3 ഇവിടെയും വരും. ഇസ് ഈക്വൽ ടു 0. ഇതിനകത്തുനിന്ന് C മൈനസ് 3 നമുക്ക് കോമൺ എടുക്കാം. രണ്ട് ടേം ഇതും ബാക്കി വരുന്ന C മൈനസ് 6 ഈക്വൽ ടു 0. ഇപ്പൊ സിയുടെ വാല്യൂ നമുക്ക് വന്ന് ഇപ്പൊ ഈ ഒരു കാര്യം, ഈ ഒരു ടെസ്റ്റ് സ്റ്റേറ്റ്മെന്റ് C മൈനസ് 3 ഇൻറ്റു C മൈനസ് 6 നമുക്ക് ഡയറക്റ്റ് എഴുതാവുന്നേ ഉള്ളൂ. ഈ ഒരു നമ്പേഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഡയറക്റ്റ് ഈ സ്റ്റെപ്പ് എഴുതാവുന്നതേ ഉള്ളൂ. ഈ രണ്ടുമൂന്ന് സ്റ്റെപ്പ് എഴുതിയാലും കുഴപ്പമൊന്നുമില്ല. നിങ്ങൾക്ക് അറിയാവുന്നതുകൊണ്ടാണ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാത്തത്. വിച്ച് ഇംപ്ലൈസ് സിയുടെ വാല്യൂ എന്തൊക്കെ വരും? 3ഉം വരും ഓർ 6ഉം വരും. C ഈക്വൽ ടു 6. അപ്പൊ നമുക്കിവിടെ എക്സ് ഇന്റർസെപ്റ്റ്, സി എന്ന് പറഞ്ഞാൽ എന്താണ്? എക്സ് ഇന്റർസെപ്റ്റ് ആണ്. എക്സ് ഇന്റർസെപ്റ്റ് C ഈക്വൽ ടു 3 ആണെങ്കിൽ ഒരു കേസ്, എക്സ് ഇന്റർസെപ്റ്റ് C ഈക്വൽ ടു 3 ആണെങ്കിൽ നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും? ഇക്വേഷൻ എങ്ങനെയാണ് എഴുതിയിരുന്നത്? x/c പ്ലസ് y/9 മൈനസ് C ഈക്വൽ ടു 1. ദാറ്റ് ഈസ് x/3 പ്ലസ് y/9 മൈനസ് 3, ദാറ്റ് ഈസ് 6 ഈക്വൽ ടു 1. അപ്പൊ നമുക്ക് ഈ കണ്ടീഷൻസ് ശരിയാണ്. കാര്യം എക്സ് ഇന്റർസെപ്റ്റും y ഇന്റർസെപ്റ്റൂടെ ആഡ് ചെയ്താൽ നമുക്ക് 9 വരും. അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് ആൻസർ എഴുതാം. ഇനി ഇതിനകത്ത് നിന്ന് എങ്ങനെയാണ് ഇതിന്റെ ആൻസർ എഴുതുന്നത്? നമുക്ക് നേരത്തെ ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് തന്നെ ചെയ്യാം. LCM എടുത്തും ചെയ്യാം, അത് ചെയ്യുന്നില്ല. ഫ്രാക്ഷൻ ആഡ് ചെയ്യുന്ന കണക്ക് എഴുതാം. 3 × 6 ക്രോസ് മൾട്ടിപ്ലൈ 6x പ്ലസ് 3y is equal to 1, which implies 6x plus 3y is equal to 18. ഇതിനകത്ത് നിന്ന് എല്ലാം നമുക്ക് 3 എന്നൊക്കെ മൾട്ടിപ്ലൈ ചെയ്യാം അല്ലെ. എല്ലാ രണ്ട് സൈഡിലും എല്ലാ ടേമിലും 3 ഉണ്ട്. അപ്പൊ 3 വെച്ച് ഹോൾ ഡിവൈഡ് ചെയ്യാം. ദാറ്റ് ഈസ് 2x plus y is equal to 6. അപ്പൊ അതിനെ നമുക്ക് ഒരു ഈക്വൽ ടു 0 ഫോമിലേക്ക് ആക്കി മാറ്റണം. 2x plus y minus 6 equal to 0. ഇതാണ് റിക്വയർഡ് ഇക്വേഷൻ ഓഫ് എ സ്ട്രെയിറ്റ് ലൈൻ. ഇത് ഒരു കേസേ ആയുള്ളൂ. എക്സ് ഇന്റർസെപ്റ്റ് 3 ആണെങ്കിലാണ് ഈ ലൈൻ ഇക്വേഷൻ വരുന്നത്. ഇനി നമുക്ക് എക്സ് ഇന്റർസെപ്റ്റ് 6 ആകിയാലും നമുക്ക് കണ്ടുപിടിക്കേണ്ടി വരും അല്ലെ. എക്സ് ഇന്റർസെപ്റ്റ് C ഈക്വൽ ടു സിയുടെ വാല്യൂ നമുക്ക് രണ്ടെണ്ണം കിട്ടിയിട്ടുണ്ട്. അപ്പൊ രണ്ട് കേസിലും നമുക്ക് ആ വാല്യൂസ് ഇക്വേഷൻ ഓഫ് ലൈൻ കണ്ടുപിടിക്കണം. എക്സ് ഇന്റർസെപ്റ്റ് 6 ആണെങ്കിൽ ഇക്വേഷൻ എങ്ങനെ വരും? x/6 plus y/9 minus 6, that is 3 equal to
1. അപ്പൊ ഇവിടെ നേരത്തെ ചെയ്ത കണക്ക് 6 into 3, 3x plus 6y equal to 1, which implies 3x plus 6y equal to 18. ഇത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് വരുമ്പോൾ x plus 2y minus 6 equal to 0. രണ്ട് ഇക്വേഷൻ കിട്ടി രണ്ട് കേസിൽ. ഓക്കെ, it is the required lines of equation. 14th question. Find the equation of the line passing through the point 02 making an angle 2 pi by 3 with the positive x-axis. Also find the equation of the line parallel to it and crossing the y-axis at a distance of 2 units below the origin. അപ്പോൾ ഇവിടെ രണ്ട് ഇക്വേഷൻ ആണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ഓരോന്നോരോന്നായിട്ട് നോക്കാം. അപ്പോൾ എന്തായാലും റഫ് ഫിഗർ എല്ലാ ക്വസ്റ്റ്യനിലെയും പോലെ തന്നെ റഫ് ഫിഗർ വരച്ച് നോക്കാം. അപ്പം എക്സ് ആക്സിസ് വൈ ആക്സിസ് വരച്ചു. ഇനി നമുക്ക് ആ ഒരു ഫസ്റ്റ് ലൈനിന്റെ ഇക്വേഷൻ വരയ്ക്കാം. ആ ലൈനിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അത് പാസിംഗ് ത്രൂ ദ പോയിന്റ് 02. 02 എന്ന പോയിന്റ് എവിടെയായിരിക്കും? 02 എന്ന പോയിന്റ് വരുന്നത് വൈ ആക്സിസിലായിരിക്കും അല്ലെ. എക്സ് കോർഡിനേറ്റ് 0 ആയതുകൊണ്ട് വൈ കോർഡിനേറ്റ് 2 ആണ്. അപ്പം 0യിൽ നിന്ന് ഈ ഒരു പോയിന്റ് 02 ഏകദേശം ഈ ഒരു പോയിന്റ് വരും. ഈ പോയിന്റിൽ കൂടി പാസ് ചെയ്യുന്നതും മേക്കിംഗ് ആൻ ആംഗിൾ 2 pi by 3 വിത്ത് എ പോസിറ്റീവ് എക്സ് ആക്സിസ്. പോസിറ്റീവ് എക്സ് ആക്സിസിന് 2 pi by 3 ആംഗിളും ആയിട്ടുള്ള ഒരു ലൈൻ ആയിരിക്കും ഈ ഫസ്റ്റ് ലൈൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് ലൈൻ. റഫായിട്ടാണ് വരച്ചേക്കുന്നത്. 2 pi by 3 ആണ് ഇതിന്റെ ആംഗിൾ. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 02. അപ്പൊ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ കയ്യിലുണ്ട്. നമുക്ക് എന്തൊക്കെയാണ് കണ്ടുപിടിക്കേണ്ടത്? ഫസ്റ്റ് ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. നമുക്ക് ഇതിനൊരു പേര് കൊടുക്കാം, എൽ എന്നൊരു പേര് കൊടുക്കാം. അപ്പൊ ഈ ലൈനിന്റെ ഇക്വേഷനകത്ത് ആ ഇക്വേഷനെ സംബന്ധിച്ച് എന്തൊക്കെ ഡേറ്റാസ് ഉണ്ട്? ഒരു പോയിന്റ് ഉണ്ട്, അതുപോലെ അത് പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിളും ഉണ്ട്. അപ്പൊ പോസിറ്റീവ് എക്സ് ആക്സിസുമായി മേക്ക് ചെയ്യുന്ന ആംഗിൾ തീറ്റ ആണെങ്കിൽ ടാൻ തീറ്റ ആയിരിക്കും അതിന്റെ സ്ലോപ്പ് എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. ടാൻ തീറ്റ ആണ് സ്ലോപ്പ് ഓഫ് ദ ലൈൻ ക്യാപിറ്റൽ എൽ എന്ന് പറയുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ സ്ലോപ്പ് എന്ത് കാണാം? സ്ലോപ്പ് ഓഫ് എൽ ഇസ് ഈക്വൽ ടു ക്യാപിറ്റൽ എൽ ഇസ് ഈക്വൽ ടു ടാൻ 2 pi by 3. 2 pi by 3 കാൽക്കുലേറ്ററിൽ എത്രയാണ് കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിന്റെ ടാൻ വാല്യൂ കാൽക്കുലേറ്റർ തന്നെ കണ്ടുപിടിക്കാം. അല്ല നമുക്കറിയാം അല്ലാത്ത രീതിയിൽ എങ്ങനെയാണ് ചെയ്യുന്നത്. ട്രിഗണോമെട്രി എല്ലാ ചാപ്റ്റേഴ്സിലും ട്രിഗണോമെട്രിയുടെ യൂസ് വരുന്നുണ്ട്. പൈ മൈനസ് പൈ ബൈ 3 ആണ്. ദാറ്റ് ഈസ് ടാൻ പൈ ബൈ 3. പൈ ബൈ 3 മീൻസ് 60 ആണ്. ടാൻ 60. അപ്പൊ മൈനസ് ആണോ പ്ലസ് ആണോ എന്നുള്ളത് എങ്ങനെ നോക്കാം? പൈ മൈനസ് എന്ന് പറയുമ്പോൾ ഈ ഒരു സെക്കൻഡ് ക്വാഡ്രന്റിൽ വരും. സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. മൈനസ് √3. അപ്പൊ മൈനസ് √3 ആണ് ഈ ഒരു ലൈനിന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്കിവിടെ സ്ലോപ്പും കിട്ടി, ഒരു പോയിന്റും കിട്ടി. അപ്പൊ നമുക്ക് സ്ലോപ്പ് പോയിന്റ് ഫോം പഠിച്ചിട്ടുണ്ട്. അതിന്റെ ആ ഫോർമുല എന്ന് പറയുന്നത് y മൈനസ് y1 ഇസ് ഈക്വൽ ടു m ഇൻറ്റു എക്സ് മൈനസ് x1 ആണ്. അപ്പൊ ഈ ഒരു ഫോർമുലയിലേക്ക് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഇതിന്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാം. എന്താണ് ഇവിടെ x1 y1 എന്ന് പറയുന്നത് തന്നിരിക്കുന്ന പോയിന്റ് 02. m എന്താണ്? സ്ലോപ്പ് കണ്ടുപിടിച്ചു. മൈനസ് √3. കറസ്പോണ്ടിങ് ആയിട്ട് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y മൈനസ് y1ന്റെ സ്ഥലത്ത് 2 ഇസ് ഈക്വൽ ടു mന്റെ പ്ലേസിൽ മൈനസ് √3 x മൈനസ് 0. അപ്പൊ ആൻസർ എന്താ വരുന്നത്? പെട്ടെന്ന് കണ്ടുപിടിക്കാം നമുക്ക്. y മൈനസ് 2 ഇസ് ഈക്വൽ ടു മൈനസ് √3x. ഇതിനെയും കൂടി ഇപ്പുറത്തേക്ക് കൊണ്ടുവരാം. √3x പ്ലസ് y മൈനസ് 2 ഈക്വൽ ടു 0. അപ്പൊ നമ്മുടെ ഫസ്റ്റ് പാർട്ട് കഴിഞ്ഞു. ഇതാണ് ആ ക്യാപിറ്റൽ എല്ലിന്റെ ഇക്വേഷൻ. ഇനി നമുക്ക് രണ്ടാമത് പറഞ്ഞിരിക്കുന്നത് ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ പാരലൽ ടു ഇറ്റ്. ഈ എല്ലിന് പാരലലായി വരുന്ന ഒരു ഇക്വേഷനോടെ കണ്ടുപിടിക്കണം. ലൈനിന്റെ ഇക്വേഷനോടെ കാണണം. അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് ആൻഡ് ക്രോസിംഗ് ദ y ആക്സിസ് അറ്റ് എ ഡിസ്റ്റൻസ് ഓഫ് 2 യൂണിറ്റ്സ് ബിലോ ദ ഒറിജിൻ. y ആക്സിസിൽ നിന്നും ബിലോ ദ ഒറിജിൻ, y ആക്സിസിൽ ഒറിജിന് താഴെയായി 2 യൂണിറ്റ്സ്, അതായത് ഏകദേശം ഇവിടെ വരും. ഇത് 2 യൂണിറ്റ്സ് ആയിരുന്നു, അത് തന്നെ അത്രയും തന്നെ താഴോട്ട് വരും. ഈ 2 യൂണിറ്റ്സിലൂടെ ആ ഒരു രീതിയിൽ ആ ഒരു പോയിന്റിൽ കട്ട് ചെയ്യുന്ന ഇതിന് പാരലലായി വരുന്ന എല്ലിന് പാരലലായി വരുന്ന മറ്റൊരു ലൈനാണ് നമുക്ക് ഇനി വരയ്ക്കാനുള്ളത്. അതിന്റെ ഇക്വേഷനൂടെ കണ്ടുപിടിക്കണം. ഓക്കെ, ഇത് നമുക്ക് L1 എന്നോ L2 എന്നോ കൊടുക്കാം. നമുക്ക് മറ്റേ നേരത്തെ ഉള്ളത് L ആയിരുന്നു ഇക്വേഷൻ. എന്ത് പേര് വേണമെങ്കിലും കൊടുക്കാം. L1 എന്ന് കൊടുക്കാം. ഇനി ഈ L1ന്റെ ഇക്വേഷനൂടെ കാണണം. L1ന്റെ പ്രത്യേകത എന്തൊക്കെയാണ്?
അപ്പൊ നമുക്ക് L1 അവൈലബിൾ ആയിട്ടുള്ള ഡേറ്റ, അപ്പോൾ ഒരു ലൈനിന്റെ ഇക്വേഷൻ കാണണമെങ്കിൽ അതിന് എന്തൊക്കെ ഡേറ്റാസ് അവൈലബിൾ ആണ് എന്നാണ് ആദ്യം നോക്കേണ്ടത് അല്ലെ. അപ്പം ഇതിന് എന്തൊക്കെയാണ് ഡേറ്റാസ് അവൈലബിൾ ആയിട്ടുള്ളത്? ഈ ഒരു പോയിന്റ് ഉണ്ട്. ആ പോയിന്റ് എന്ന് പറയുന്നത് നമുക്കറിയാം, ഇപ്പം ബിലോ ദ ഒറിജിൻ, താഴെ നിന്ന് 2 യൂണിറ്റ് താഴോട്ട് വരുന്നു എന്ന് പറഞ്ഞാൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0-2 ആയിരിക്കും അല്ലെ. 0-2 ആണ്. അതുപോലെ ഇതിന്റെ സ്ലോപ്പ് എന്തായിരിക്കും? L1 സ്ലോപ്പ് ഈ 2 ലൈൻസ് എല്ലിന് പാരലൽ ആണ്. 2 ലൈൻസ് പാരലൽ ആണെങ്കിൽ അവയുടെ സ്ലോപ്പുകൾ ഈക്വൽ ആയിരിക്കും എന്ന് പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ അതുകൊണ്ട് നമുക്ക് പറയാം L1 സ്ലോപ്പും എന്ത് തന്നെ ആയിരിക്കും? ഈ -√3 തന്നെ ആയിരിക്കും. അപ്പൊ നമുക്ക് റീസൺ ആയിട്ട് എഴുതാം. സിൻസ് L1 parallel to L, their slopes are equal. Their slopes are equal. അപ്പോൾ L1 സ്ലോപ്പ് എന്തെന്ന് എഴുതാം? സ്ലോപ്പ് ഓഫ് L1 എന്ന് പറഞ്ഞാൽ എല്ലിന് ഏതാണോ സ്ലോപ്പ് കണ്ടുപിടിച്ചത് അത് തന്നെയാണ് L1 സ്ലോപ്പും, -√3. അതുപോലെ പോയിന്റ് എത്രയാണ് പറഞ്ഞേക്കുന്നത്? പോയിന്റ് നമുക്ക് ഫിഗറിൽ നിന്ന് തന്നെ മനസ്സിലാവും, 0-2 ആണ്. അപ്പൊ നമുക്ക് ഇവിടെ എന്ത് എഴുതാം? ആ പോയിന്റ് ഫോം എന്ന് പറയുന്നത് ഒന്നുകൂടെ എഴുതുകയാണ്. y-y1 is equal to m into x minus x1. ഒരു പോയിന്റും ഉണ്ട്, ഒരു സ്ലോപ്പും ഉണ്ട്. ഓക്കെ, x1 y1 എന്ന് പറയുന്നത് ഈ കേസിൽ എന്താണ്? 0-2. അതുപോലെ സ്ലോപ്പിന്റെ വാല്യൂ എമ്മിന്റെ വാല്യൂ -√3. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്ക് പെട്ടെന്ന് ആൻസർ കിട്ടും. എന്താണ് ആൻസർ വരുന്നത്? √3x + y + 2 = 0 ആണ് ആൻസർ ആയിട്ട് വരുന്നത്. അപ്പൊ ഇവിടെ 2 ഇക്വേഷൻ കാണുമായിരുന്നു, 2 നമുക്ക് സെപ്പറേറ്റ് ആയിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പൊ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന പ്രിൻസിപ്പിൾ എന്ന് പറയുന്നത് 2 പാരലൽ ലൈൻസിന്റെ സ്ലോപ്പ് ഈക്വൽ ആയിരിക്കും എന്നുള്ള പ്രിൻസിപ്പിൾ ആണ്. അതുപോലെ പെർപെൻഡിക്കുലർ ആണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടത് പ്രോഡക്റ്റ് ഓഫ് ദെയർ സ്ലോപ്സ് ഇസ് ഈക്വൽ ടു -1. അപ്പൊ അങ്ങനെ ഒരു കൺസെപ്റ്റിലേക്ക് ക്വസ്റ്റ്യൻ അനുസരിച്ച് പോവുക. ഓക്കെ, 15th question. The perpendicular from the origin to a line meets it at the point -29. Find the equation of the line. നമുക്ക് നേരത്തെ ചെയ്ത കണക്ക് തന്നെ x ആക്സിസും y ആക്സിസും ഒക്കെ വരച്ച് ഒരു റഫ് ഫിഗർ വരയ്ക്കാം. x ആക്സിസ് y ആക്സിസ് വരച്ചു. ഇനി നമുക്ക് ആ സ്ട്രൈറ്റ് ലൈൻ വരയ്ക്കാം. അതിന്റെ പ്രത്യേകത എന്താന്ന് പറഞ്ഞു? The perpendicular from the origin to a line meets it at the point -29. -29 എന്ന പോയിന്റ് ഇവിടെ എവിടെയെങ്കിലും മാർക്ക് ചെയ്താൽ മതി. ഇവിടെ ഏകദേശം സെക്കൻഡ് ക്വാഡ്രന്റിലാണ് വരുന്നത്. നമുക്ക് അവിടെ തന്നെ വരയ്ക്കണമെന്നൊന്നുമില്ല, റഫായിട്ട് വരയ്ക്കുന്നതുകൊണ്ട് എവിടെ വേണമെങ്കിലും വരയ്ക്കാം. അപ്പൊ നമുക്ക് എങ്ങനെ വേണമെങ്കിലും ഈ ലൈൻ വരച്ചു നോക്കാം. അപ്പം എന്താണ്, ആ ലൈൻ ആദ്യം ഒന്ന് വരയ്ക്കാം. ലൈൻ നമുക്ക് എങ്ങനെയൊന്ന് വരയ്ക്കാം. എന്നിട്ട് ആ ലൈനിന്റെ പ്രത്യേകതയൊക്കെ ഒന്ന് മാർക്ക് ചെയ്യാം. എന്താണ് പ്രത്യേകത? The perpendicular from the origin to a line. The perpendicular from the origin. ഒറിജിനിൽ നിന്നും ഈ ലൈനിലേക്ക് വരയ്ക്കുന്ന പെർപെൻഡിക്കുലർ ഇതാണ് origin to a perpendicular from the origin to a line meets it at the point -29. അപ്പൊ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് എന്താണ്? -29 ആണ്. ഓക്കെ, -29 എന്ന പോയിന്റ് ആണിത്. ഫൈൻഡ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ. ഏത് ലൈനിന്റെ ഇക്വേഷനാ? ഈ ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഓക്കെ, അപ്പൊ ഈ ലൈനിന് ഇക്വേഷൻ കാണാൻ വേണ്ടി നമുക്ക് ആകെ അവൈലബിൾ ആയിട്ടുള്ളത് ഇപ്പൊ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും, ഒരു പോയിന്റ് ഉണ്ട്. ആ ലൈൻ ഇക്വേഷനിനകത്തുള്ള ആ ലൈനിനകത്തുള്ള ഒരു പോയിന്റ് ഉണ്ട്, ദാറ്റ് ഇസ് -29. ബാക്കി ഇനി നമുക്ക് കണ്ടുപിടിക്കണം. അപ്പൊ ഇനി പോയിന്റ് സ്ലോപ്പ് ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യാമായിരുന്നു അല്ലെ. സ്ലോപ്പ് എങ്ങനെ കണ്ടുപിടിക്കും? അപ്പൊ ഇവിടെ സ്ലോപ്പിന്റെ ഇത്തരം ഇക്വേഷൻസിനകത്ത് നമ്മൾ പറഞ്ഞു പെർപെൻഡിക്കുലർ ആയിട്ട് എവിടെയെങ്കിലും കണ്ടാൽ നമുക്ക് ആ സ്ലോപ്പുകളുടെ പ്രോഡക്റ്റ് -1 എന്നൊരു കൺസെപ്റ്റ് ഉപയോഗിക്കാമെന്ന് പറഞ്ഞു. അപ്പൊ ഇവിടെ നമുക്കിത് ഈ 2 ലൈൻ പെർപെൻഡിക്കുലർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ടല്ലേ. ഇവിടെ പെർപെൻഡിക്കുലർ ആണെന്നല്ലേ പറഞ്ഞേക്കുന്നത്, പെർപെൻഡിക്കുലർ ഫ്രം ദ ഒറിജിൻ. അപ്പൊ ഇവിടെ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത്, നമുക്ക് ഈ ചെറിയ ലൈനിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ പറ്റുമോ നോക്കുക. ആ ചെറിയ ലൈനിനെ സംബന്ധിച്ചിടത്തോളം എന്തൊക്കെയുണ്ട്? ഒരു പോയിന്റ് ഉണ്ട്. ആ ചെറിയ ലൈൻ എന്ന് പറയുന്നത് മീറ്റ് ചെയ്യുന്ന പോയിന്റ് 2 ലൈനിന്റെയും ഒരു പോയിന്റ് ആണ്, 2ന്റെയും കോമൺ പോയിന്റ് ആണത് -29 എന്നുള്ളത്. നമ്മളിപ്പോ ചെയ്യാൻ പോകുന്നത് ഈ ചെറിയ ലൈനിന്റെ ഇക്വേഷൻ കാണുകയാണ്, ഇക്വേഷനുള്ള സ്ലോപ്പ് കാണുകയാണ്. നമുക്ക് അതിനൊരു പേര് കൊടുക്കാം L1. അപ്പൊ ഫ്രം ദ ഫിഗർ നമുക്ക് എന്ത് കാണണം? സ്ലോപ്പ് ഓഫ് L1 കാണാം. എന്താ അങ്ങനെ ചെയ്യുന്നത്? സ്ലോപ്പ് കാണുന്നത് എന്തിനാ?
ഈ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് നമുക്ക് കാണേണ്ടത് ഈ എല്ലിന്റെ ഇക്വേഷൻ ആണ്. അതിന് ഈ പെർപെൻഡിക്കുലർ ആയതുകൊണ്ട് ഇതിന്റെ സ്ലോപ്പ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ചെറിയ ലൈനായ L1ന്റെ സ്ലോപ്പ് കാണുന്നത്. സ്ലോപ്പ് ഓഫ് L1 എങ്ങനെ കാണാം? ഇത് ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് 0, 0 ആണ്, ഒറിജിൻ ആണ്. അപ്പൊ 2 പോയിന്റ്സ് ഉണ്ടെങ്കിൽ നമുക്ക് സ്ലോപ്പ് കാണാം. ഇസ് ഈക്വൽ ടു y2 മൈനസ് y1 ബൈ x2 മൈനസ് x1. അപ്പൊ y2 ഉം x2 ഒക്കെ എന്താണ്? y2 ഉം x2 ഇതാണ്, x2 y2 ഇതാണ്, ഇത് x1 y1 ഉം ആണ്. ഓക്കെ, 2 പോയിന്റ്സ് ഇങ്ങനെ തന്നിരുന്നാൽ സ്ലോപ്പിന്റെ ഇക്വേഷൻ ഒക്കെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അപ്പം y2 മൈനസ് y1 ദാറ്റ് ഈസ് 9 മൈനസ് 0 ബൈ x2 മൈനസ് x1 മൈനസ് 2 മൈനസ് 0 ദാറ്റ് ഈസ് മൈനസ് 9/2 ആണ് ചെറിയ ആ ലൈനിന്റെ L1 പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ആയ L1ന്റെ സ്ലോപ്പ് എന്ന് പറയുന്നത്. നമുക്കറിയാം L1 പെർപെൻഡിക്കുലർ ടു L ആണ് അല്ലെ, L1 പെർപെൻഡിക്കുലർ ടു L ആണ്, വിച്ച് ഇംപ്ലൈസ് വാട്ട്? Their slopes, product of their slopes is equal to -1. Slope of L1 into slope of L is equal to -1. നമുക്കിപ്പോൾ സ്ലോപ്പ് ഓഫ് L1 എന്ത് കിട്ടി? -9/2 into സ്ലോപ്പ് ഓഫ് L is equal to -1. അപ്പൊ ഇതിനകത്തുനിന്ന് നമുക്ക് എന്ത് എഴുതാം? സ്ലോപ്പ് ഓഫ് L എഴുതാം. സ്ലോപ്പ് ഓഫ് L is equal to 2/9. നമുക്കൊരു സ്ലോപ്പ് കിട്ടിക്കഴിഞ്ഞു. അപ്പൊ ഈ പോയിന്റ് വീണ്ടും ആ ഫിഗറിലോട്ട് നോക്കാം. ക്യാപിറ്റൽ Lന്റെ ഇക്വേഷൻ ആണ് കാണേണ്ടത്. Lന്റെ സ്ലോപ്പ് ഉണ്ട്, എന്താണിത്? 2/9, ഒരു പോയിന്റും ഉണ്ട് -29. അപ്പൊ നമുക്ക് ഇക്വേഷൻ ഫോർമുല പഠിച്ചു വെച്ചിട്ടുണ്ട്. ഫോർമുല എന്താണ്? ഫോർമുല ഈസ് y മൈനസ് y1 is equal to m into x മൈനസ് x1. അപ്പൊ ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഇക്വേഷൻ. ഇതിനകത്ത് എന്തൊക്കെ കാര്യങ്ങളുണ്ട്? x1 y1 എന്താണ് ഇവിടുത്തെ? നമുക്ക് ആ ഫിഗറിൽ നിന്ന് -29 അല്ലെ, അതിനകത്ത് ഒരു പോയിന്റ് -29. അതുപോലെ സ്ലോപ്പ് എന്ന് പറയുന്നത് 2/9. അപ്പൊ ഇതൊക്കെ കൊണ്ട് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ y മൈനസ് y1 ദാറ്റ് ഇസ് 9 is equal to 2/9 into x minus x1 എന്ന് പറയുന്നത് -2 that is x plus 2. മൈനസ് ആണ്, പ്ലസ് വന്നത്. അപ്പൊ ഇനി 9 വെച്ച് മൾട്ടിപ്ലൈ ചെയ്ത് എല്ലാം നിങ്ങൾക്ക് ചെയ്യാവുന്ന അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ്. 9y minus 81 is equal to 2x plus 4. ഇതെല്ലാം ഒരു സൈഡിലേക്ക് കൊണ്ടുപോകാം. 2x minus 9y plus 85 is equal to 0, which is the required equation of the line. Next question. The length L in centimeter of a copper rod is a linear function of its Celsius temperature C. In an experiment, if L is equal to 1 to 4, something value, and when S is equal to 20 and L is equal to 125.134, when C equal to 110, express L in terms of C. അപ്പോൾ ഇവിടെ ഒരു പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആയിട്ടാണ് തന്നിരിക്കുന്നത്. കുറച്ച് ഡെസിമൽ പോയിന്റ്സ് ഉണ്ട് എന്നുള്ള വ്യത്യാസം മാത്രമേ ഉള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ നേരത്തെ ചെയ്ത കണക്കാണ് ചെയ്യുന്നത്. ഇപ്പം പ്രാക്ടിക്കൽ ക്വസ്റ്റ്യൻ ആണെങ്കിലും നമ്മളിതൊരു വാല്യൂ നോക്കുക. ഒരു വേർഡിങ് അവിടെ ഉണ്ട്. ദ ലെങ്ത് L in centimeter of a copper rod is a linear function. എന്താണ് ലീനിയർ ഫംഗ്ഷൻ? ആ ലൈനിന്റെ ഇക്വേഷൻ അകത്തുള്ള തമ്മിലൊരു കണക്ഷൻ ഉണ്ട്. ലൈനിന്റെ ഇക്വേഷൻ നമ്മൾ അന്ന് കണ്ടിരുന്നു. ഇപ്പൊ ഇത്രയും ക്വസ്റ്റ്യൻസ് ചെയ്തതിനകത്തും എക്സിന്റെ ടേം കാണും, വൈയുടെ ടേം കാണും, ഒരു കോൺസ്റ്റന്റ് കാണും അല്ലെ. അപ്പൊ നമുക്ക് ജനറൽ ഫോമായിട്ട് ax plus by plus c equal to 0 എന്ന് എഴുതാന്ന് പറഞ്ഞു. എക്സിന്റെ ഒരു കോഎഫിഷ്യന്റ് ചിലപ്പോൾ 1 ആകാം, 2 ആകാം. അതുപോലെ വൈക്ക് ഒരു കോഎഫിഷ്യന്റ്, അതുപോലെ കോൺസ്റ്റന്റ്. അപ്പൊ ഇവിടെ പറഞ്ഞിരിക്കുന്നത് ലെങ്തും സെൽഷ്യസ് ടെമ്പറേച്ചർ ആയ സിയും തമ്മിലാണ് ലീനിയർ ഫംഗ്ഷൻ. ഈ ഒരു ജനറൽ ഫോമിൽ ഓഫ് ദ ലൈനിനകത്ത് എക്സും വൈയും തമ്മിലാണ് ലീനിയർ ഫംഗ്ഷൻ. അങ്ങനെയാണ് എക്സിലും വൈക്കും നമുക്ക് ഒരു ഇക്വേഷൻ കിട്ടുന്നത്. ഇവിടെ പറഞ്ഞിരിക്കുന്നത് എല്ലും സിയും തമ്മിലാണ് ലീനിയർ ഫംഗ്ഷൻ. അപ്പൊ എല്ലും സിയുമാണ് എക്സിനും വൈക്കും പകരമായിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ നമുക്ക് എന്ത് എഴുതാം? എല്ലിന് എക്സ് എന്നും സി വൈ എന്നും കൊടുക്കാം. തിരിച്ചു കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. എക്സ്പ്രസ് ചെയ്യുക എൽ ഇൻ ടേംസ് ഓഫ് വൈ. അതായത് ജനറൽ ആയിട്ട് പറഞ്ഞാൽ ഈ ഇക്വേഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. എല്ലും സിയും വരുന്ന ഒരു എക്സ്പ്രഷൻ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന പോയിന്റുകൾ, തന്നിരിക്കുന്ന ഡേറ്റാസ് ഒക്കെ ഒന്ന് നോക്കാം. ഇൻ ആൻ എക്സ്പെരിമെന്റ് ഇഫ് എൽ ഇസ് ഈക്വൽ ടു 1 to 4, എല്ലിന്റെ വാല്യൂ 124.942 ആണ്. വെൻ സി ഈക്വൽ ടു 20.
നമുക്ക് എക്സും വൈക്കും പകരം ഇവരെ എടുക്കാമെങ്കിൽ ഇവരെ രണ്ടുപേരെയും കൂടി ഒന്ന് പെയർ ചെയ്ത് ഒരു പോയിന്റ് ആക്കി എഴുതാം. എങ്ങനെ എഴുതാം? 124.942 20. കാര്യം ഇവർ തമ്മിൽ ലീനിയർ ഫംഗ്ഷൻ ഉണ്ട് എന്ന് പറയുന്നു. ഇങ്ങനെ എല്ലും സിയും കൂടി പെയർ ചെയ്ത് എഴുതുന്ന എല്ലാ പോയിന്റ്സും ഒരു ലൈനിലായിരിക്കും കിടക്കുന്നത്. ഓക്കെ, ഇപ്പൊ തിരിച്ചു വന്നെന്നും പറഞ്ഞ് കുഴപ്പമില്ല. 20 ആണ് നമ്മളിവിടെ എക്സിന്റെ സ്ഥലത്ത് എഴുതി, വൈയുടെ സ്ഥലത്ത് 124 എൽ എഴുതി എന്ന് പറഞ്ഞ് പ്രശ്നമൊന്നുമില്ല. ഇവർ തമ്മിൽ ലീനിയർ ഫംഗ്ഷൻ ഉണ്ടെന്ന് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ. അപ്പൊ ആദ്യത്തെ എക്സ് ഡേറ്റ നമ്മൾ എഴുതി. L is equal to 124.942 എക്സിന്റെ സ്ഥലത്ത് എഴുതി. വെൻ സി ഈക്വൽ ടു 20, അപ്പൊ വൈയുടെ വാല്യൂ 20 ആണ്. അടുത്ത കേസ് L is equal to 125.134 125.134 ആണ്. വെൻ സി ഈക്വൽ ടു 110. അപ്പൊ അടുത്ത ഒരു പെയറാക്കി നമുക്ക് ഇതിനെ രണ്ടിനും എഴുതാൻ പറ്റി. അപ്പൊ ഈ സിയും എല്ലും തമ്മിൽ ലീനിയർ ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട് ഈ രണ്ട് പോയിന്റ്സും, ഈ എഴുതിയ രണ്ട് പോയിന്റ്സ് നമുക്ക് P1 P2 എന്നൊക്കെ കൊടുക്കാം. ഈ രണ്ട് പോയിന്റ്സും എന്തായിരിക്കും? ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആയിരിക്കും. അപ്പൊ നമുക്കൊരു സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതിലെ രണ്ട് പോയിന്റ്സ് ആയിരിക്കും ആരൊക്കെ? ഈ P1 ഉം P2. നമ്മൾ എഴുതി വെച്ച P1 ഉം P2 ഉം ഒരു ഈ സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സ് ആണ്. അപ്പൊ നമുക്ക് ഇവിടെ നോട്ട്സ് ആയിട്ട് എഴുതേണ്ടത് സിൻസ് L, ക്വസ്റ്റ്യനിലകത്ത് തന്നെ കിടപ്പുണ്ടല്ലോ, L is a linear function of its C. L is a linear function of C ആയതുകൊണ്ട് since L is a linear function of C, Lഉം Cയും തമ്മിലൊരു ലീനിയർ കണക്ഷൻ കിടപ്പുണ്ട്. ആയതുകൊണ്ട് നമുക്ക് എന്ത് എഴുതാം? P1 and P2 lie on the same line. രണ്ട് പോയിന്റ്സ് നമ്മുടെ കയ്യിലുണ്ട്. ഒരു സ്ട്രൈറ്റ് ലൈനിൽ കിടക്കുന്ന രണ്ട് പോയിന്റ്സ് നമ്മളുണ്ടെങ്കിൽ നമുക്ക് ഇക്വേഷൻസ് ശരിക്കും എഴുതാം അല്ലെ? ഇക്വേഷൻ സുഖമായിട്ട് എഴുതാം. എക്സ്പ്രസ് എൽ ഇൻ ടേംസ് ഓഫ് സി എന്ന് പറഞ്ഞാൽ എല്ലും സിയും കൂടി കണ്ടെയ്ൻ ചെയ്യുന്ന ഒരു എക്സ്പ്രഷൻ, അതായത് എല്ലും സിയും എക്സും വൈയും തമ്മിലുള്ള എക്സ്പ്രഷൻ എഴുതുക, ആ ലൈനിന്റെ ഇക്വേഷൻ എഴുതുക എന്നുള്ളതാണ് മീനിങ്. അപ്പൊ നമുക്കിവിടെ ആദ്യം സ്ലോപ്പ് കണ്ടുപിടിക്കാം. സ്ലോപ്പ് കാണാം. സ്ലോപ്പ് is equal to y2 minus y1 110 minus 20 divided by 125.134 minus 124.942. അപ്പൊ ഇതൊക്കെ കാൽക്കുലേറ്റർ നമുക്കുണ്ട്, നമുക്ക് പെട്ടെന്ന് ചെയ്യാം. 90 by 0.192 വരും. ആൻഡ് ആൻസർ ആയിട്ട് വരുന്നത് 468.75. അപ്പൊ സ്ലോപ്പ് ഇതാണ് കിട്ടിയത്. നമുക്ക് സ്ലോപ്പും കിട്ടി. ഏതെങ്കിലും ഒരു പോയിന്റ് P1 ഓ P2 ഏതെങ്കിലും ഒരു പോയിന്റും കൂടി എടുക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫോർമുല എന്ന് എഴുതാം. y മൈനസ് y1 ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ്. y മൈനസ് y1 is equal to m into x minus x1. അത് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. y മൈനസ് y1 സ്ഥലത്ത് ഏതെങ്കിലും ഒരു പോയിന്റ് എഴുതാം. ഏതെങ്കിലും ഒരു പോയിന്റ് നമുക്ക് 20 എടുക്കാം. y മൈനസ് y1 20 is equal to m എന്ന് പറയുന്നത് 468.75 into x മൈനസ് x1. അപ്പൊ 20ക്ക് കറസ്പോണ്ടിങ് ആയ x1 എന്ന് പറയുന്നത് 124.942. അപ്പൊ ഇത് നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യുന്നത് കാൽക്കുലേറ്റർ ഉപയോഗിച്ച് ചെയ്യാം. y മൈനസ് 20 is equal to 468.75 ഇതിനോട് കാൽക്കുലേറ്റ് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് വരുന്നത് 50,566.56 ആണ്. ഇനി ഇതെല്ലാം കൂടെ ഇപ്പൊ ഇവിടെ എക്സ് ഉണ്ട്. ഇതെല്ലാം കൂടെ ഒന്ന് നേരെ ചൊവ്വയൊക്കെ എഴുതി വെക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 468.75 എക്സ് മൈനസ് y മൈനസ് 58546.56 5625 ആണ് കറക്റ്റ്. 4 ഡെസിമൽ ഉണ്ടെങ്കിൽ is equal to 0. ഇനി നമുക്ക് എക്സും വൈയും അല്ല വേണ്ടത്. നമ്മൾ എന്താണ് എടുത്തിരുന്നത്? എക്സിന് പകരം എല്ലും വൈക്ക് പകരം സിയും ആണ് എടുത്തിരുന്നത് അല്ലെ? അപ്പൊ നമുക്ക് അതങ്ങ് കൊടുത്തു നോക്കാം. The expression is 468.75 L minus C minus 58,546.5625 equal to 0, which is the required answer. Question 17 ഇത്ര ഒരു ക്വസ്റ്റ്യൻ ആണ്. പ്രാക്ടിക്കൽ ബേസ്ഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഒന്ന് വായിച്ചു നോക്കാം.
The owner of a milk store finds that he can sell 980 liters of milk each week at rupees 14 per liter and 1220 liters of milk each week at 16 per liter. നമുക്ക് ഇവിടെയും നമുക്ക് രണ്ട് പെയറാണ് കിട്ടുന്നത് അല്ലേ. അപ്പൊ രണ്ട് പെയർ എന്ന് പറയുമ്പം ഏതാണ് എങ്ങനെയാണ് പെയർ ആക്കി എടുക്കാൻ പറ്റുന്നത്? 980 ലിറ്റേഴ്സ്, അതിനെ 980 ലിറ്റേഴ്സ്, അതിന്റെ പെയർ എന്ന് പറയുന്നത് 14. 980 ലിറ്റർ മിൽക്ക് ഒരു വീക്കിൽ 14 പെർ ലിറ്ററിൽ വെക്കാം. അപ്പൊ അത് രണ്ടും കൂടി നമുക്കൊരു പെയർ ആക്കി എടുക്കാം. അതുപോലെ 1220 ലിറ്റേഴ്സ് ഓഫ് മിൽക്ക് അറ്റ് 16 പെർ ലിറ്റർ, അത് നമുക്കൊരു പെയർ ആക്കി എടുക്കാം. അസ്യൂമിങ് എ ലീനിയർ റിലേഷൻഷിപ്പ്. അപ്പൊ ഈ ഒരു വാക്കുള്ളത് കൊണ്ടാണ് നമുക്ക് ഈ പ്രോബ്ലം ചെയ്യാൻ പറ്റുന്നത്. ലീനിയർ റിലേഷൻഷിപ്പ്, ഇത് തമ്മിൽ ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട്. അതായത് നേരത്തെ കണ്ട എക്സും വൈയും തമ്മിലുള്ള ആ റിലേഷൻഷിപ്പ് അതിനെ കോർഡിനേറ്റ് പോയിന്റ്സ് ആക്കി എടുക്കുകയാണെങ്കിൽ ഈ രണ്ട് പോയിന്റ്സ് നമുക്കൊരു സ്ട്രെയിറ്റ് ലൈനിൽ വരയ്ക്കാം, സ്ട്രെയിറ്റ് ലൈനിൽ ഇടാം എന്ന് പറയാം. അസ്യൂമിങ് എ ലീനിയർ റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ദ സെല്ലിംഗ് പ്രൈസ് ഇതാണ് സെല്ലിംഗ് പ്രൈസ് ആൻഡ് ഡിമാൻഡ്. How many liters could he sell weekly at 17 per liter? അപ്പൊ 17 പെർ ലിറ്ററിലാണെങ്കിൽ ഇവിടെ എത്ര ആയിരിക്കും ആ ഡിമാൻഡ് എന്നാണ് ചോദിച്ചിരിക്കുന്നത് അല്ലെ. ഹൗ മെനി ലിറ്റേഴ്സിന്റെ സ്ഥലത്ത് അറിയത്തില്ല, ഹൗ മെനി ലിറ്റേഴ്സ് ആണ്. കുഡ് ഹി സെൽ വീക്ക്ലി അറ്റ് 17 പെർ ലിറ്റർ. അപ്പൊ നമുക്ക് ഈ 3 പോയിന്റും എല്ലാം ഇത് തമ്മിൽ ഈ രണ്ട് കാര്യങ്ങൾ, അതായത് എക്സും വൈയും ആണെങ്കിൽ ഈ രണ്ട് പ്ലേസിൽ കിടക്കുന്ന കാര്യങ്ങൾ തമ്മിൽ ഒരു ലീനിയർ റിലേഷൻഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ 3 പോയിന്റ്സ് ആണെങ്കിൽ ഇത് P1 P2 P3 ആണെങ്കിൽ എന്ത് പറയാം? ഈ 3 പോയിന്റ്സും ഒരു സ്ട്രെയിറ്റ് ലൈനിലെ പോയിന്റ്സുകളാണ് എന്ന് പറയാം. ഓക്കെ, അപ്പൊ നമുക്ക് ആ ഒരു സ്ട്രെയിറ്റ് ലൈൻ ഒന്ന് വരച്ചിട്ട് ഈ 3 പോയിന്റ് മാർക്ക് ചെയ്യാം. എക്സും വൈ ആക്സിസ് ഒന്നും വരയ്ക്കണമെന്നില്ല, ഒരു സ്ട്രെയിറ്റ് ലൈൻ മാത്രം വരയ്ക്കുക. ആ 3 പോയിന്റ്സ് നമുക്കൊന്ന് മാർക്ക് ചെയ്യാം. ഏതാണ് ഒന്നാമത്തെ പോയിന്റ്? P1, that is 980 14. അതുപോലെ രണ്ടാമത്തെ പോയിന്റ്സ് P2, that is 1220 16. മൂന്നാമത്തെ പോയിന്റ് നമുക്ക് ആ എക്സ് കോർഡിനേറ്റ് അറിയില്ല, എക്സ് കോർഡിനേറ്റ് തന്നെ ഇടാം 17. നമുക്ക് ഈ എക്സ് കോർഡിനേറ്റിന്റെ വാല്യൂ ആണ് വേണ്ടത്. നമുക്കൊരു ഒരു ലൈനിൽ കിടക്കുന്ന 3 പോയിന്റ്സ് ABC, 3 പോയിന്റുകൾ ഒരു ലൈനിലാണെങ്കിൽ നമ്മൾ പഠിച്ചത് കൊളീനിയർ എന്ന് പഠിച്ചു. കൊളീനിയർ ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് BC ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് AC. ഇവിടെ ഏതെങ്കിലും രണ്ടെണ്ണം എടുത്ത് ഇക്വേറ്റ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ മൂന്നാമത്തെ പോയിന്റിനെ കണ്ടുപിടിക്കാം. ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? സ്ലോപ്പ് ഓഫ് AB ഈക്വൽ ടു സ്ലോപ്പ് ഓഫ് AC വെച്ച് ചെയ്ത് നോക്കാം, അല്ലെങ്കിൽ BC വെച്ചാലും മതി. ഇത് രണ്ടെണ്ണം എടുക്കാം, ഈ രണ്ട് ഇക്വേഷൻ എടുക്കാം. അപ്പൊ സ്ലോപ്പ് ഓഫ് AB എന്ന് പറഞ്ഞ് y2 മൈനസ് y1, ദാറ്റ് ഈസ് 16 മൈനസ് 14 ഡിവൈഡഡ് ബൈ x2 മൈനസ് x1, 1220 മൈനസ് 980 is equal to സ്ലോപ്പ് ഓഫ് BC 17 മൈനസ് 16 ഡിവൈഡഡ് ബൈ x മൈനസ് 1220. നമുക്ക് ഈ ഒരു ഇക്വേഷൻ വെച്ചുകൊണ്ട് എന്ത് പറയാം? എക്സ് കോർഡിനേറ്റിനെ കണ്ടുപിടിക്കാം. നമുക്ക് വരുന്നത് 240 is equal to 1 by x minus 1220. അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ which is equal to 1 by 120 is equal to 1 by x minus 1220 ആയി. നമുക്ക് ഇതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ x മൈനസ് 1220 is equal to 120 എന്ന് കിട്ടും. എക്സിന്റെ വാല്യൂ 1220 പ്ലസ് 120, that is 1340. ഡിമാൻഡ് ആണ്, യൂണിറ്റ് is ലിറ്റർ. 18th question. P of AB is the midpoint of a line segment between the axes. Show that the equation of the line is x by a plus y by b equal to 2. അപ്പോൾ നമുക്കിത് ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് വരച്ച് നോക്കിയിട്ട് വേണം ചെയ്യാൻ. വരച്ച് നോക്കുമ്പോൾ ഒരു ഐഡിയ കിട്ടും. അപ്പോൾ എല്ലാ ക്വസ്റ്റ്യനിലും പറയുന്നത് പോലെ ഒരു റഫ് ഫിഗർ വരയ്ക്കുക. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, അതിൽ നമ്മൾ ആ ഒരു ലൈൻ വരയ്ക്കുന്നു. ഇപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്ന ലൈൻ എന്ന് പറയുന്നത് ആ ഒരു കണ്ടീഷൻ എന്ന് പറയുന്നത് P ഓഫ് AB, അതൊരു പോയിന്റ് ആണ്. ഇറ്റ് ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സിസ്. മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ദ ആക്സിസ്. അതായത് ലൈൻ സെഗ്മെന്റ് ഇങ്ങനെയാണ്.
ഇതിന്റെ ആക്സസുകൾക്ക് ഇടയിൽ, ബിറ്റ്വീൻ ദ ആക്സസ് എന്ന് പറഞ്ഞാൽ ആക്സസുകൾക്ക് ഇടയിലുള്ള മിഡ് പോയിന്റ് ആണിത്. ഇപ്പൊ ഇതൊരു പോയിന്റ്, ഇതൊരു പോയിന്റ്, ഇതാണ് രണ്ട് ആക്സസിനെ ടച്ച് ചെയ്യുന്ന, ആ ലൈൻ ടച്ച് ചെയ്യുന്ന സ്ഥലം. അതിന് ഇടയിൽ, അതിന്റെ മിഡ് പോയിന്റ് ആണ് ഈ പറഞ്ഞിരിക്കുന്ന എന്ത്, പി ഓഫ് എ ബി എന്ന് പറയുന്നത്. കറക്റ്റ് ആയില്ലേ? പി ഓഫ് എ ബി ഇസ് ദ മിഡ് പോയിന്റ് ഓഫ് എ ലൈൻ സെഗ്മെന്റ് ബിറ്റ്വീൻ ആക്സസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സംഭവം. ഓക്കെ, അപ്പൊ ഷോ ദാറ്റ് ദ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഈസ്, ഇക്വേഷൻ ഇങ്ങനെ വരണം എന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പൊ നമുക്ക് ആകെ ഒരു മിഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. ആ ഒരു ലൈൻ ആക്സസിൽ ടച്ച് ചെയ്യുന്നെന്നും അറിയാം. അപ്പൊ ആക്സസിൽ ടച്ച് ചെയ്യുന്നെങ്കിൽ ആ ഒരു ഇന്റർസെപ്റ്റ് ഫോം നിങ്ങൾക്ക് അറിയാമായിരുന്നു. ഇത് കാണുമ്പോഴും ഏകദേശം ഇന്റർസെപ്റ്റ് ഫോം പോലെ തോന്നും, പക്ഷെ ഇത് ഈക്വൽ ടു 1 ആണ് നമ്മൾ ഇന്റർസെപ്റ്റ് ഫോമിൽ പഠിച്ചത്. സി എന്ന് പറയുന്നത് എക്സ് ഇന്റർസെപ്റ്റും ഡി എന്ന് പറയുന്നത് വൈ ഇന്റർസെപ്റ്റും ആണെങ്കിൽ എക്സ് ബൈ ഡി പ്ലസ് വൈ ബൈ സി ഈക്വൽ ടു 1. ഇതാണ് നമ്മുടെ ഇന്റർസെപ്റ്റ് ഫോമായിട്ട് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് ഈ ഒരു ലൈൻ്റെ, അതായത് ഈ റെഡ് ലൈനിന്റെ ഇക്വേഷൻ കാണണം. ഇക്വേഷൻ കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ആകെ ഉള്ളത് ബിറ്റ്വീൻ ദ ആക്സസ് എന്ന് പറയുന്നത് ആ മിഡ് പോയിന്റ് മാത്രമേ ഉള്ളൂ. അപ്പൊ ഈ ഒരു പോയിന്റ് ഏതാണ്, വൈ ആക്സിസിൽ ടച്ച് ചെയ്യുന്ന ഈ ഒരു പോയിന്റ് എത്രയായിരിക്കും? നമുക്കതിനെ ഒരു ആർബിട്രറി ആയിട്ട് എടുക്കാം. കാര്യം നമുക്കറിയാം വൈ ഇന്റർസെപ്റ്റ് സി ആയിട്ടാണ് നമ്മൾ എടുത്തേക്കുന്നത്. അപ്പൊ ഈ ഒരു പോയിന്റ് എന്താണെന്ന് പഠിച്ചിട്ടുണ്ട്. വൈ ആക്സിസ് ആണ്, എക്സ് കോർഡിനേറ്റ് 0 ആയിരിക്കും. എക്സ് കോർഡിനേറ്റ് 0, വൈ സി ആയിരിക്കും അല്ലെ. ഇത്രയും ഡിസ്റ്റൻസ് സി ആണെങ്കിൽ 0C എന്ന ഒരു പോയിന്റ് ആയിരിക്കും ഇത്. അതുപോലെ ഈ പോയിന്റ് എക്സ് ആക്സിസിൽ ടച്ച് ചെയ്യുന്നത് നമ്മൾ ഇത്രയും ഇന്റർസെപ്റ്റ് ഡി ആണെങ്കിൽ, എക്സ് ഇന്റർസെപ്റ്റ് ഡി ആണെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് D0 ആയിരിക്കും. ഇത് നമ്മൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്, ഇന്റർസെപ്റ്റ് പഠിച്ചപ്പോൾ പഠിച്ച കാര്യമാണ്. അപ്പൊ നമുക്ക് ഇതിന് 2 പോയിന്റ്സും കൂടി ആ സ്ട്രെയിറ്റ് ലൈനിൽ വന്നു. നമ്മളിത് സിയും ഡിയും ഒക്കെ നമ്മൾ ഇട്ട് കൊടുത്തതാണ്. അപ്പൊ അത് വെച്ചുകൊണ്ട് ഈ എയും ബിയും മാത്രമേ നമ്മുടെ ഇക്വേഷനിൽ വരാവൂ. സിയും ഡിയും ഒക്കെ നമ്മൾ കൊടുത്ത വാല്യൂസ് ആണ്, നമ്മൾ കൊടുത്ത ടേംസ് ആണ്. അപ്പൊ ഇനി ഈ ഒരു ലൈനിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇക്വേഷൻ എൽ എന്ന് കൊടുക്കാം. ആ എൽ എന്ന ലൈനിൽ നിന്നും 3 പോയിന്റുകൾ കിട്ടി. 3 പോയിന്റ് 0Cയും D0യ്ക്കും ഇടയിലെ മിഡ് പോയിന്റ് ആണ് എ ബി എന്ന് പറയുന്നു. മിഡ് പോയിന്റ് നമുക്കൊരു ഇക്വേഷൻ പഠിച്ചിരുന്നു അല്ലെ. എക്സ് കോർഡിനേറ്റ് എ ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2, അതായത് 0 പ്ലസ് ഡി ബൈ 2. ശരിയല്ലേ? x1 പ്ലസ് x2 തന്നെ ഒരു ലൈൻ, നമ്മളിത് പഠിച്ച കാര്യമാണ്. ആദ്യം ഒരു ലൈനിന്റെ എൻ പോയിന്റ്സ്, ഇത് x1 y1 ഉം ഇത് x2, ഇത് ഈ എൻ പോയിന്റ് x2 y2 ആണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് പറയുന്നത് നമ്മൾ ആ സെക്ഷൻ ഫോർമുല ഉപയോഗിച്ചുകൊണ്ടാണ് പറഞ്ഞത്. m:n ആയിരുന്നു സെക്ഷൻ ഫോർമുല. പക്ഷേ ഇവിടെ മിഡ് പോയിന്റ് ആകുമ്പോൾ 1:1 ആകും. അപ്പൊ ആ ഒരു R എന്ന് പറയുന്നത് ആ ഫോർമുല ഉപയോഗിച്ച് ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് പറയാം x1 പ്ലസ് x2 ബൈ 2, y1 പ്ലസ് y2 ബൈ 2. അപ്പൊ ഇവിടെ മിഡ് പോയിന്റ് സ്ഥലത്ത് എ ബി ആണ്. അതുകൊണ്ട് a ഇസ് ഈക്വൽ ടു x1 പ്ലസ് x2 ബൈ 2, ദാറ്റ് ഈസ് 0 പ്ലസ് d ബൈ 2 എന്ന് എഴുതി. അതുപോലെ y കോർഡിനേറ്റ് ആയ b ഇസ് ഈക്വൽ ടു എങ്ങനെ എഴുതാം, y1 plus y2 by 2, that is c plus 0 by 2. അപ്പൊ ഇതിനകത്ത് നിന്ന് നമുക്ക് d എന്ത് കിട്ടി? d എന്ന് പറയുന്നത് ഇവിടെ x കോർഡിനേറ്റ് ആണ്, x ഇന്റർസെപ്റ്റ് ആണ്. d എന്ന് പറയുന്നത് നമുക്ക് 2a കിട്ടി. അതുപോലെ ഇവിടുന്ന് c എന്ന് പറയുന്നത് എന്ത് കിട്ടി? c എന്ന് പറയുന്നത് y ഇന്റർസെപ്റ്റ് ആണ്, c is equal to 2b എന്നും കിട്ടി. അപ്പം x ഇന്റർസെപ്റ്റും കിട്ടി, y ഇന്റർസെപ്റ്റും കിട്ടി. നമുക്ക് ഈ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. The equation of the line is x by d plus y by c is equal to 1, where d and c are the x-intercept and y-intercept respectively. അപ്പോൾ നമുക്ക് x by d plus y by c equal to 1 എന്നുള്ള ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ x by d എന്ന് പറയുന്നത് 2a ആണ്. അതുപോലെ y by c എന്ന് പറയുന്നത് 2b ആണ്, is equal to 1. അപ്പം നമുക്ക് ഈ 2നെ എല്ലാ ടേംസിനെയും 2 വെച്ച് മൾട്ടിപ്ലൈ ചെയ്താൽ എക്സ് ബൈ എ പ്ലസ് വൈ ബൈ ബി ഈക്വൽ ടു 2 നമ്മുടെ റിക്വയർഡ് ഇക്വേഷൻ കിട്ടി. പ്രൂവ് ദാറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. പ്രൂവ് ദാറ്റ് അങ്ങനെ ചോദിച്ചിരിക്കുന്നത് കൊണ്ടാണ് നമ്മൾ 2 വെച്ച് എല്ലാ ടേമിനെയും മൾട്ടിപ്ലൈ ചെയ്തത്. അല്ലെങ്കിൽ നമുക്ക് ഇതിനെ നേരത്തെ ചെയ്ത കണക്ക് എക്സിന്റെ ടേം ഒരെണ്ണം വൈയുടെ ടേം ഒരെണ്ണം മൈനസ് അല്ലെങ്കിൽ പ്ലസ് കോൺസ്റ്റന്റ് ഇസ് ഈക്വൽ ടു 0 എന്നുള്ള ഫോമിൽ എഴുതാമായിരുന്നു. ഓക്കെ,
അടുത്ത ക്വസ്റ്റ്യൻ ഇതാണ്. പോയിന്റ് RHK divides a line segment between the axes in the ratio 1:2. Find the equation of the line. ഇവിടെയും നമ്മൾ നേരത്തെ ചെയ്ത അതേ ടൈപ്പ് ക്വസ്റ്റ്യൻ തന്നെയാണ്. ഒരു എക്സ് ആക്സിസും വൈ ആക്സിസും ഒക്കെ ഒന്ന് നോക്കാം. വൈ ആക്സിസ്, എക്സ് ആക്സിസ്. ഇനി നമുക്ക് ആ ലൈൻ സെഗ്മെന്റ് വരയ്ക്കാം. ലൈൻ സെഗ്മെന്റ് വരയ്ക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ആ ഒരു എക്സ് ആക്സിനും ആക്സുകൾക്കിടയിൽ വരയ്ക്കണം. നമ്മൾ നേരത്തെ ചെയ്ത അതേ ക്വസ്റ്റ്യൻ അല്ലേ. ആക്സസുകൾക്കിടയിൽ വരയ്ക്കണം. ആക്സസുകളുടെ വരയ്ക്കുമ്പോൾ ഇങ്ങനെ എക്സ്റ്റെൻഡ് ചെയ്ത് പോകും. നമുക്കതൊരു അറിയാൻ കുറച്ചും കൂടി ഒരു ക്ലിയർ ആകാൻ വേണ്ടി, കൺസെപ്റ്റ് ക്ലിയർ ആകാൻ വേണ്ടിയിട്ട് നമ്മൾ ആ ആക്സസിന്റെ കറക്റ്റ് ഇടയിൽ നമുക്ക് തന്നെ നിർത്തി ഒന്ന് വരച്ചു നോക്കാം. ഓക്കെ, അപ്പൊ ഇങ്ങനെ ലൈൻ സെഗ്മെന്റ് തന്നിരിക്കുന്നു. ലൈൻ സെഗ്മെന്റിന്റെ ആക്സസുകൾക്ക് ഇടയിലുള്ള റേഷ്യോ 1:2 ആണ്. 1:2 എന്ന റേഷ്യോയിൽ ഒരു പോയിന്റ് ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. എന്ന് പറയുന്ന RHK എന്ന് പറയുന്ന ഒരു പോയിന്റ് ഇവിടെ ഇതിനെ ഡിവൈഡ് ചെയ്യുന്നു. അത് എവിടെ വരും? നമ്മൾ എങ്ങനെയാണ് 1:2 മാർക്ക് ചെയ്യുന്നത്? അപ്പൊ അങ്ങനെ മാർക്ക് ചെയ്യുന്നത് വളരെ ശ്രദ്ധിച്ച് വേണം. കാര്യം നമ്മൾ മിഡ് പോയിന്റ് പറഞ്ഞത് കൊണ്ട്, നേരത്തെ ക്വസ്റ്റ്യനിൽ മിഡ് പോയിന്റ് പറഞ്ഞപ്പോൾ കറക്റ്റ് നടുക്കായിരുന്നു. നമുക്ക് എവിടെയെങ്കിലും പ്രശ്നമില്ല. പക്ഷെ ഒരു റേഷ്യോയിൽ ചെയ്യുമ്പോൾ 1:2 എന്ന റേഷ്യോയിൽ ചെയ്യുമ്പോൾ ബിറ്റ്വീൻ ദ ആക്സസ് ആണ്. ബിറ്റ്വീൻ ദ ആക്സസ് ആ വാക്കൊന്ന് ശ്രദ്ധിക്കുക. ബിറ്റ്വീൻ എക്സ് ആൻഡ് വൈ ആക്സസ്. നമ്മൾ എപ്പോഴും പറയുമ്പം ആദ്യം എക്സിനെയാണ് പറയുന്നത് അല്ലെ. എക്സ് ആൻഡ് വൈ ആക്സസ് ആണ്. അപ്പം എക്സ് വൈക്കും, ഇവിടെ എക്സ് ഇവിടെ വൈക്കും. അപ്പൊ ഈ റേഷ്യോ മാർക്ക് ചെയ്യുമ്പോൾ ഇത് 1:2, അതായത് ഇത്രയും ഭാഗം 1, ഇത്രയും ഭാഗം 2, ഇങ്ങനെയുള്ള രീതിയിൽ, അതായത് നമ്മൾ തല തിരിച്ചു വെച്ചിട്ടുള്ള നോക്കിയിട്ട് വേണം അത് മാർക്ക് ചെയ്യാനായിട്ട്. അതായത് 1:2 എക്സിനും വൈക്കും ഇടയിൽ 1:2 എന്നുള്ള റേഷ്യോയിലാണ് മാർക്ക് ചെയ്യുന്നത്. അപ്പൊ 1 ഇവിടെയും 2 ഇവിടെയും വരണം. ഓക്കെ, അപ്പം അത് ശ്രദ്ധിച്ചോളുക. നമുക്കിവിടെ മാർക്ക് ചെയ്യാം. ഇത് 2, ഇത് 1. 1:2 ഭാഗം മാർക്ക് ചെയ്ത് എക്സിനും വൈക്കും ഇടയിലുള്ള റേഷ്യോ മാർക്ക് ചെയ്തു. അപ്പൊ ഈ ഒരു പോയിന്റ് ആണ് എന്ത് പറയുന്നത്? ഈ ഒരു RHK എന്ന് പറയുന്ന പോയിന്റ് എന്ന് പറയുന്നത്. നമുക്ക് ഇങ്ങോട്ട് മാറ്റി വരയ്ക്കാം, മാറ്റി എഴുതി വെക്കാം. RHK. ഓക്കെ, അപ്പൊ ഇനി നേരത്തെ ചെയ്ത പോലെ തന്നെയാണ് നമുക്ക് ഇതിനെ വൈ ഇന്റർസെപ്റ്റ് ആണ് D എന്നെടുക്കാം. അപ്പോൾ ഒരു വൈ ഇന്റർസെപ്റ്റ് നമ്മൾ C ആണ് എടുക്കുന്നത് അല്ലെ. C ആണ് എടുക്കുന്നത്. C ആയിട്ട് വൈ ഇന്റർസെപ്റ്റ് C എന്ന് എടുക്കുകയാണെങ്കിൽ ഈ പോയിന്റ് എന്ത് വരും? 0C എന്ന പോയിന്റ് വരും. അതുപോലെ എക്സ് ഇന്റർസെപ്റ്റ് D ആണെങ്കിൽ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് D0 വരും. നമ്മൾ നേരത്തെ കണ്ടതുപോലെ തന്നെ ആ ഒരു 0 is equal, അല്ലെങ്കിൽ ആ മിഡ് പോയിന്റ് H is equal to, മിഡ് പോയിന്റിന്റെ എക്സ് കോർഡിനേറ്റ് is equal to, നമ്മൾ ആ m:n റേഷ്യോ ഡിവൈഡ് ചെയ്യുമ്പോൾ അതിനെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്തിട്ടാണ് ആ പോയിന്റ്സ് പറയുന്നത്. 2 into x2 അല്ലെ, പ്ലസ് m into x2 പ്ലസ് n into x1 by m plus n. അതാണ് ആ ഇക്വേഷൻ, സെക്ഷൻ ഫോർമുല വെച്ചുള്ള ഇക്വേഷൻ. അപ്പൊ H is equal to 2 into D. ക്രോസ് ചെയ്ത് നോക്കിയാൽ മതി, ആ പടത്തിൽ തന്നെ ഉണ്ട്. 2D plus 1 into 0, that is 0 by 1 plus 2, m plus n ആണ്. 2 plus n, 2 plus 1, 1 plus 2 ആകുമ്പോൾ അത് 3 അല്ലെ. 2D by 3 എന്ന് പറയും. അതുപോലെ K എന്ന കോർഡിനേറ്റ് വരുന്നത്, K കോർഡിനേറ്റ് 2 into 0, that is 0 plus 1 into C by 3. അപ്പൊ ഇതിനകത്തുനിന്ന് രണ്ടിനകത്തുനിന്ന് നമുക്ക് D എഴുതാം. D എന്ന് പറഞ്ഞാൽ എക്സ് ഇന്റർസെപ്റ്റ്, ദാറ്റ് ഈസ് 3h by 2 വരും. അതുപോലെ ഇവിടുന്ന് സിയുടെ വാല്യൂ എഴുതാം 3k. അപ്പൊ നമുക്ക് എക്സ് ഇന്റർസെപ്റ്റും കിട്ടി, വൈ ഇന്റർസെപ്റ്റും കിട്ടി. ഇത് രണ്ടും കിട്ടിക്കഴിഞ്ഞാൽ ഇക്വേഷൻ ഓഫ് ദ ലൈൻ ഡയറക്റ്റ് എഴുതാൻ പറ്റും. എക്സ് ബൈ ഡി പ്ലസ് വൈ ബൈ സി ഈസ് ഈക്വൽ ടു 1. ഇതാണ് നമ്മൾ പഠിച്ചു വെച്ചിരിക്കുന്ന ഫോർമുല. ഇതിനകത്ത് കാര്യങ്ങളൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ എക്സ് ബൈ ഡിക്ക് പകരം 3h by 2 പ്ലസ് y ബൈ സിക്ക് പകരം 3k is equal to 1. അപ്പൊ നമുക്ക് എല്ലാ ടേംസിനെയും ഒരു 3 വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. എക്സ് ബൈ h by 2 പ്ലസ് y ബൈ k is equal to 3. ഇനി ഒന്നും കൂടി ഇതിനെ റീഅറേഞ്ച് ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് ബൈ h by 2. അപ്പൊ ഈ 2നെ മേളിൽ കൊണ്ടുപോകാം. 2x by h പ്ലസ് y by k is equal to 3. എല്ലാ ടേമിനെയും HK, ഇത് ഇങ്ങനെയൊക്കെ ഇട്ടിരുന്നാലും പ്രശ്നമൊന്നുമില്ല, ഇങ്ങനെയൊക്കെ ഇട്ടിരുന്നാലും ഇത് ശരി തന്നെയാണ്. നമുക്കത് കറക്റ്റ് കുറച്ചും കൂടി ഒന്ന് ക്ലിയർ ആക്കി കറക്റ്റ് ആക്കി എഴുതാൻ, സ്റ്റാൻഡേർഡ് ഫോമിൽ എഴുതാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. HK കൊണ്ട് എല്ലാ ടേംസിനെയും ഒന്ന് മൾട്ടിപ്ലൈ ചെയ്യാം. 2xk അല്ലെ, HK വെക്കുമ്പോൾ H അങ്ങ് പോകും. പ്ലസ് ഇതൊക്കെ നമുക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. Y
h is equal to 3hk. ഇനി എക്സിന്റെ ടേംസ് ആദ്യം എഴുതി 2kx പ്ലസ് hy minus 3hk equal to 0, which is the required equation of the line. Exercise 10.2 last question ആണിത്. By using the concept of equation of a line, prove that 3 points 30 minus 2 and 8 2 are collinear. നമ്മൾ ഈ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടുള്ളതാണ്. കൺസെപ്റ്റ് ഓഫ് എ ലൈൻ ചെയ്ത് നോക്കുമ്പോൾ നമ്മൾ എന്താ പറയാ, ഒരു ഇക്വേഷൻ കണ്ടുപിടിക്കുക. കൺസെപ്റ്റ് ഓഫ് എ ലൈൻ വെച്ചിട്ട് ഈ 3 പോയിന്റ്സ് കൊളീനിയർ ആണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ നമുക്ക് രണ്ട് ABC ഈ 3 പോയിന്റ് പേരുകൾ കൊടുക്കുകയാണെങ്കിൽ ABയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. ABയുടെ ഇക്വേഷൻ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്യാം, മൂന്നാമത്തെ പോയിന്റ് ആ ഇക്വേഷനിൽ സാറ്റിസ്ഫൈ ചെയ്യുന്നു നോക്കുക. അപ്പോൾ അങ്ങനെയാണ് രണ്ട് പോയിന്റ് മതിയല്ലോ നമുക്കൊരു ലൈൻ കണ്ടുപിടിക്കാൻ. ഇപ്പം ഇത് A എന്ന് പറയുന്ന പോയിന്റ് 30യും B എന്ന് പറയുന്ന -2 ആണെങ്കിൽ ആ AB എന്നുള്ള പോയിന്റ് ലൈനിന്റെ ഇക്വേഷൻ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആ ഇക്വേഷൻ കണ്ടുപിടിച്ച് മാറ്റി വെക്കുക. നമുക്കൊരു 1 എന്നൊക്കെ നമ്പർ കൊടുക്കാം. പിന്നെ Bയും Cയും ഒന്നുകിൽ ഈ ഒരു A2 എന്ന പോയിന്റ് ആ കിട്ടിയ ഇക്വേഷനിൽ ഇട്ട് കൊടുത്ത് നോക്കുക. സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ ഈ 3 പോയിന്റ്സും കൊളീനിയർ ആയിരിക്കും. അല്ലെങ്കിൽ നമുക്ക് വേറൊരു മെത്തേഡ് എന്ന് പറയുന്നത്, ഇപ്പൊ ബിയും സിയും ആണ് ഇത് 2 പോയിന്റ്സുകളും, BC എന്ന ഇക്വേഷനും കണ്ടുപിടിക്കുക. ഈ 2 ഇക്വേഷനും സെയിം ആയിരിക്കും. സെയിം ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, ഈ 3 പോയിന്റ്സും കൊളീനിയർ ആണെന്ന് പറയാം. അപ്പൊ ആ രീതി തന്നെ ചെയ്തോളാം. ഇക്വേഷൻ നമുക്ക് കിട്ടുന്നത് 2x - 5y - 6 = 0 ആണ്.